കുറച്ച് വർഷങ്ങളായിട്ട് നാഷണൽ അവാർഡ് ഒരു കോമഡി മിക്സഡ് ബാഹികയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊടുക്കുന്ന അവാർഡുകൾ പലതും ഡിസേർവിംഗ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ആർട്ട് ഹൗസ് ടൈപ്പ് പടങ്ങൾക്ക് മാത്രമേ അവാർഡ് കൊടുക്കാവൂന്നൊന്നും കരുതുന്ന ആളല്ല ഞാൻ. കൊമേഴ്സ്യൽ ആണെങ്കിലും മികച്ച ചിത്രങ്ങൾ, കഥാപാത്രങ്ങൾ, മികച്ച പെർഫോമൻസുകൾ ഒക്കെ തീർച്ചയായിട്ടും പരിഗണിക്കണം. പണ്ട് ഭരത് അവാർഡ്, ഉർവശി അവാർഡ് എന്നീ പേരുകളിലായിരുന്നു മികച്ച നടൻ, മികച്ച നടി എന്നീ അവാർഡുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഉർവശി ശാരദ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് 1974 വരെ മാത്രമേ ഈ ടൈറ്റിലുകൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന്റെ പേര് മാറ്റി രജത കമലം ഫോർ ബെസ്റ്റ് ആക്ട്രസ് അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ടർ എന്നാക്കി മാറ്റി. പറഞ്ഞു വന്നത് അന്നൊക്കെ വളരെ അർഹതപ്പെട്ട ആൾക്കാർക്ക് മാത്രമായിരുന്നു അവാർഡുകൾ ലഭിച്ചുകൊണ്ടിരുന്നത്. ദേശീയ അവാർഡ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് മാത്രം ലഭിക്കുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പുരസ്കാരമായിരുന്നു. അതേസമയം വിവാദങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇന്ന് പലതും കുറച്ചൊക്കെ ജൂറി അംഗങ്ങൾ ചില റിസർവ്ഡ് പാർട്ടീസിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് വളരെ ഒബ്വിയസ് ആകുന്നത് പോലെയാണ് തോന്നുന്നത്. പക്ക ഫേവററ്റിസം. ഉദാഹരണത്തിന് ഈ വർഷം തന്നെ ഷാറുഖ് ഖാന് കിട്ടിയ അവാർഡ്, കേരള സ്റ്റോറിക്ക് കിട്ടിയ അവാർഡ്, കഴിഞ്ഞ തവണ അല്ലു അർജുന് കൊടുത്ത അവാർഡ് ഉൾപ്പെടെ പലതും പറയാം. ഷാറുഖ് ഖാന് നാഷണൽ അവാർഡ് കൊടുക്കാനായിരുന്നെങ്കിൽ പണ്ട് സ്വദേശ്, വീർ സാറ, മൈ നെയിം ഈസ് ഖാൻ പോലെയുള്ള പടങ്ങൾക്ക് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തെക്കാൾ മികച്ച പെർഫോമൻസുകൾ ഉണ്ടായിരുന്നിരിക്കാം. അന്ന് കൊടുത്തില്ല, അല്ലെങ്കിൽ ഇതുവരെ കൊടുത്തിട്ടില്ല. സോ ഇപ്പോൾ അങ്ങ് ഒരെണ്ണത്തിന് കൊടുത്തേക്കാം എന്ന് കരുതി അവാർഡ് കൊടുക്കുന്നത് തികച്ചും അപലപനീയമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. അതുമല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് കൂടി തോന്നണം യെസ്, അത് അദ്ദേഹത്തിന് അർഹതപ്പെട്ട അവാർഡ് ആണ് എന്ന്. ഉദാഹരണത്തിന് മരണശേഷം പോസ്റ്റ്യൂമസ് ആയിട്ട് ശ്രീദേവിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് മോം എന്ന സിനിമയ്ക്ക് കൊടുത്തു. അത് തികച്ചും അർഹതപ്പെട്ട അവാർഡ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗംഭീര പ്രകടനമായിരുന്നു ശ്രീദേവിയുടേത് ആ സിനിമയിലേത്. പക്ഷെ ജവാൻ എന്നൊരു തട്ടിക്കൂട്ട് മസാല സിനിമയിലെ, അതും മെർസൽ, തെരി, ഏഴാം അറിവ്, ബിഗിൽ ഉൾപ്പെടെ കുറെ സിനിമകളുടെ ഒരു മിക്സ് മാത്രമായിരുന്ന പടത്തിലെ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനും പെർഫോമൻസിനും അവാർഡ് കൊടുത്തു, നാഷണൽ അവാർഡ്. എങ്കിൽ പിന്നെ ഇവർക്ക് ജയിലറിൽ രജനീകാന്തിന് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ലിയോയില് വിജയ്ക്കോ, ആനിമലിലെ പെർഫോമൻസിന് രൺബീർ കപൂറിനോ ഒക്കെ കൊടുക്കേണ്ടതായിരുന്നു. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസുകളും ക്യാരക്ടേഴ്സും ആയിരുന്നു അവ. അവർക്ക് കാതലിലെ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ആടുജീവിതത്തിലെ പൃഥ്വിരാജോ ഒന്നും മികച്ചതായിട്ട് തോന്നിയില്ല. അതിനേക്കാൾ ബെറ്റർ ആയിരുന്നു അത്രേ ജവാനിലെ ഷാറുഖ്. ഞാൻ ഷാറുഖിനെതിരെ പറഞ്ഞതല്ല, അദ്ദേഹം അർഹിക്കാത്ത ഒരു ക്യാരക്ടറിന് അവാർഡ് കൊടുത്തതിനെതിരെയാണ് പറഞ്ഞത്. ഈ വർഷം തന്നെ ഉർവശിക്കും വിജയരാഘവനും കൊടുത്ത അവാർഡുകൾ മികച്ച നടൻ, മികച്ച നടി എന്നീ കാറ്റഗറിയിൽ തന്നെ പരിഗണിക്കേണ്ടവയായിരുന്നു. അതൊരു സപ്പോർട്ടിംഗ് ആക്ടർ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആക്ട്രസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കഥാപാത്രങ്ങളല്ല. അതുകൊണ്ട് തന്നെ എന്ത് മാനദണ്ഡത്തിലാണ് ഇവർ ഈ അവാർഡുകൾ നൽകുന്നത് എന്നതിന് ഒരു വ്യക്തത വേണ്ടതാണ്. റാണി മുഖർജിയുടെ ആണെങ്കിലും എനിക്ക് ഈ സിനിമയിൽ കുറച്ച് ഓവർ ഡ്രമാറ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരുടെ അഭിനയം. നാഷണൽ അവാർഡ് ഡിസേർവിംഗ് ആണോ എന്ന് എനിക്ക് പേഴ്സണലി സംശയമുണ്ട്. എങ്കിലും ഭേദമാണ്, അതിന് കൊടുത്തോട്ടെ. റാണി മുഖർജിക്കൊപ്പം ഉർവശിക്കും ചേർത്ത് മികച്ച നടിമാർ അങ്ങനെ 2 പേർക്കായിട്ട് പങ്കിട്ട് കൊടുക്കാമായിരുന്നു. അതുപോലെ വിക്രാന്ത് മാസിക്കൊപ്പം വിജയരാഘവനും ചേർത്ത് 2 പേർക്കും കൂടി മികച്ച നടന്മാർ എന്ന് കൊടുക്കാമായിരുന്നു. അങ്ങനെ അവാർഡ് കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതുപോലെ തന്നെ കേരള സ്റ്റോറി, അത് എന്തുമാത്രം കെട്ടിച്ചമച്ചതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊരു പ്രൊപ്പഗാൻഡ ഫിലിം ആണെന്നുള്ളതും പകൽ പോലെ വ്യക്തമാണ്. അതിന്റെ ഫാക്ട്സ് വിത്ത് ഡോക്യുമെന്റ്സ് തെളിവ് സഹിതം നമ്മുടെ ധ്രുവരാട്ടി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഒരു മലയാളം വേർഷൻ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. 32,000 മലയാളി സ്ത്രീകൾ ഐസിസിൽ ചേർന്നിട്ടുണ്ടെന്ന അങ്ങേർക്ക് തോന്നിയ ഒരു കണക്കുണ്ടാക്കി പറഞ്ഞ സുദീപ് തോസ് എന്ന സംവിധായകന് മികച്ച ഡയറക്ടർക്കുള്ള അവാർഡും കൊടുത്തു. അത് റിയലിസ്റ്റിക് ആണെന്നും പറഞ്ഞുകൊണ്ട്. അതുപോലെ ആ വർഷത്തെ മറ്റ് സിനിമകളെ എല്ലാം പിന്തള്ളിക്കൊണ്ട് ഈ പടത്തിനാണ് മികച്ച ഛായാഗ്രഹണത്തിലുള്ള അവാർഡ് കൊടുത്തത്. അതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് അതിന്റെ ക്യാമറയ്ക്കുള്ളത്? ഇന്ത്യയിലെ തന്നെ ഒരു സ്റ്റേറ്റ് എന്ന ഒരു പരിഗണന പോലും കൊടുക്കാതെ ആ സ്റ്റേറ്റിനെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച, യാതൊരു ഫാക്ട് ചെക്കും നടത്താതെ ഉണ്ടാക്കിയ കള്ളക്കഥയ്ക്ക് നാഷണൽ അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അജണ്ടയാണെന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകും. ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്നു കേരള സ്റ്റോറിക്ക് അവാർഡ് കിട്ടും എന്നുള്ളത്. സ്വാഭാവികമാണ്, വെരി പ്രെഡിക്റ്റബിൾ അല്ലെ? സത്യത്തിൽ ഈ അവാർഡ് നിർണയ രീതി തന്നെ മാറ്റേണ്ടതാണ്. നമ്മൾ സാധാരണക്കാർക്ക് കൃത്യമായിട്ട് അറിയാൻ പോലും പറ്റില്ല ഏതൊക്കെ സിനിമയാണ് അയച്ചത്, ഏതൊക്കെ കാറ്റഗറിയിലാണ് പരിഗണിച്ചത്, ബാക്കി നോമിനേഷൻസ് ഏതൊക്കെയാണ്. സത്യത്തിൽ ഇതൊക്കെ ഈ ഓസ്കാർ അവാർഡിലൊക്കെ ഉള്ളതുപോലെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും സാധാരണക്കാർക്കും കൂടി മനസ്സിലാക്കുന്ന ഒരു സംവിധാനം വേണം. സോ എന്തായാലും കുറച്ചു വർഷങ്ങളായിട്ട് ദേശീയ അവാർഡിന് അതിന്റെ തിളക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. വന്ന് പ്രിയപ്പെട്ടവർക്കും സ്തുതിപാഠകർക്കും അതുപോലെ പാർട്ടി അനുഭാവികൾക്കും ഒക്കെയാണ് അവാർഡുകൾ നൽകുന്നത്. കണ്ണിൽ പൊടിയിടാൻ വേണ്ടി 1-2 അർഹതപ്പെട്ടവർക്കും ഒരു വഴിപാട് പോലെ അവാർഡ് കൊടുക്കുമെന്ന് മാത്രം. ഇതിലും എത്രയോ ഭേദമാണ് ഫിലിം ഫെയർ അവാർഡുകൾ. അങ്ങനെ ദേശീയ അവാർഡ്, സെൻസർ ബോർഡ്, ഇതൊക്കെ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിലകൊള്ളുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങളായിട്ട് മാറുന്ന കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതാണ് സത്യം. അപ്പോൾ എന്താണ് ഈ വർഷത്തെ നാഷണൽ അവാർഡുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ ശരി.